ട്രേഡിങ്ങിൽ നിങ്ങൾക്കറിയാലോ 90% ആൾക്കാരും ലോസ് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ എവിടേക്കായിരിക്കും ഈ പൈസ മുഴുവൻ പോകുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വർഷം അത് നടന്നിരിക്കും. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനുള്ള മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാമെന്നാണ്. ഞാൻ അതിനുവേണ്ടി 90 ദിവസത്തേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ട് 90 ദിവസം? ഒരാൾക്ക് ഒരു ഹാബിറ്റ് അയാളുടെ ഒരു റുട്ടീനായി മാറണമെങ്കിൽ വേണ്ട ഒരു സമയപരിധിയാണ് 90 ദിവസങ്ങൾ. ഒരു ഉദാഹരണമായി, നമ്മൾ പല ആളുകളും ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യും, പക്ഷെ പലർക്കും ആദ്യത്തെ 30 ദിവസം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പിന്നീട് ജിമ്മിൽ പോകാൻ സാധിക്കാതെ വരുന്നു. കാരണം നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അത് നിങ്ങളുടെ ഒരു റുട്ടീനായി മാറണമെങ്കിൽ 90 ദിവസമെങ്കിലും അത് തുടർച്ചയായി അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് പിന്നീട് ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റം പോലെ നിങ്ങളിൽ വർക്ക് ചെയ്യുള്ളൂ. ട്രേഡിങ്ങിലും നമുക്ക് ഇത് തന്നെയാണ് സാധിച്ചെടുക്കേണ്ടത്. നമ്മൾ എന്താണോ റിസൾട്ട് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താനായി നമുക്ക് വേണ്ട ക്വാളിറ്റികൾ ഹാബിറ്റ് ആക്കി എടുക്കുകയും അത് നമ്മുടെ റുട്ടീന്റെ ഭാഗമാക്കുകയും ചെയ്യുക വഴി നമ്മളിൽ അത് ജീവിതത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് ആ കാര്യങ്ങൾ വളരെ പങ്ക്ച്വലായി 30 ദിവസം ഒരേപോലെ ഫോളോ ചെയ്യുമ്പോൾ ഹാബിറ്റുകൾ മനസ്സിന് ഫെമിലിയർ ആവും. അത് തന്നെ ഒരു 60 ദിവസം പിന്നിടുമ്പോൾ ഹാബിറ്റ് നാച്ചുറൽ പ്രോസസ് ആവുന്നു. പിന്നീട് അതൊരു 90 ദിവസം ആകുമ്പോഴേക്കും ഹാബിറ്റ് നിങ്ങളിൽ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമായി വർക്ക് ചെയ്യാൻ തുടങ്ങും. 90 ദിവസം തുടർച്ചയായി ചെയ്യുക എന്നത് പലർക്കും ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ ഇതാണ്. ട്രേഡിങ്ങിൽ 90% ലോസ് ഉണ്ടാക്കുന്നവരുടെ പൈസ എത്തിച്ചേരുന്നത് ബാക്കിയുള്ള 10% ആളുകളിലേക്കാണ്. ട്രേഡിങ്ങിൽ ചിലർ 1 വർഷം കൊണ്ടും ചിലർ 5-10 വർഷമൊക്കെ എടുക്കും സക്സസ് ആവാൻ. പക്ഷേ പല കാര്യങ്ങളും അവർ ഒരുപാട് ടൈം എടുത്ത ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ 90 ഡേയ്സ് പ്ലാനിൽ സക്സസ്ഫുൾ ആയാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ട്രേഡറായി തീരും. ഇനി ഞാൻ ഈ പറഞ്ഞ ട്രേഡേഴ്സ് ബ്ലൂ പ്രിന്റ് ഒന്ന് നോക്കാം. അപ്പോൾ റൂൾ നമ്പർ 1, എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു കാര്യമാണ് കട്ട് ദി നോയ്സ് ആൻഡ് ഗെറ്റ് ദ ക്ലാരിറ്റി. നമുക്ക് നോയ്സ് വരുന്നത് പല രീതികളിലാണ്. സോഷ്യൽ മീഡിയ അത് നമ്പർ 1 ആണ്. പിന്നെ ട്രേഡ് റിലേറ്റഡ് ന്യൂസ്, ഇൻസ്റ്റഗ്രാം റീലുകൾ, അങ്ങനെ പലതുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ബൈസെല്ല് കിട്ടുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഇതെല്ലാം 90 ദിവസത്തേക്ക് നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഫർമേഷനും സിഗ്നലും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള സൈക്കോളജിയെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തത് റൂൾ നമ്പർ 2, നിങ്ങളുടെ ട്രേഡ് നിങ്ങളുടെ അനാലിസിസ് പ്രകാരം മാത്രമായിരിക്കും. നിങ്ങളെ ഒരു തരത്തിലും ഒരാൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കരുത്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഇൻട്രാഡേ ട്രേഡോ സ്വിംഗ് ട്രേഡോ നിങ്ങളുടെ അനാലിസിസ് പ്രകാരം മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. സ്വയം അനലൈസ് ചെയ്യാത്ത ഒരു ട്രേഡും എടുക്കരുത്. റൂൾ നമ്പർ 3, നിങ്ങൾക്ക് ഒരു 60-70% വിന്നിംഗ് റേഷ്യോ ഉള്ള ഒരു സ്ട്രാറ്റജി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് ബാക്ക് ടെസ്റ്റ് ചെയ്തതായിരിക്കണം. അതിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഉണ്ടായിരിക്കണം. ഈ കോൺഫിഡൻസ് ആയിരിക്കും ട്രേഡിങ്ങിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോട് കൂടിയ സെറ്റപ്പ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന നമ്മുടെ വിവാപ് പ്ലസ് SMC Pro നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റൂൾ നമ്പർ 4, റിസ്ക് മാനേജ്മെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ മെത്തേഡ് ഫോളോ ചെയ്യുക. കാരണം നിങ്ങളെടുത്ത തീരുമാനം 60% തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ 1:2 റിസ്ക് റിവാർഡ് എടുത്താൽ നിങ്ങൾ പ്രോഫിറ്റിലായി തീരും. അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുവാനാണ് സ്റ്റോപ്പ് ലോസ് എന്ന് മനസ്സിലാക്കി ഒരു മടിയും കൂടാതെ സ്റ്റോപ്പ് ലോസ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ അത് പോസിറ്റീവായി കരുതുക. റൂൾ നമ്പർ 5, ഓവർ ട്രേഡിംഗ്, റിവെഞ്ച് ട്രേഡിംഗ് ഇതെല്ലാം ഒഴിവാക്കണം. ഒരു ദിവസം ഒരു വിന്നിംഗ് ട്രേഡ് വന്നാൽ പിന്നെ ആ ദിവസം എത്ര നല്ല സെറ്റപ്പ് കിട്ടിയാലും പിന്നെ ട്രേഡ് ചെയ്യരുത്. ലാപ്ടോപ്പ് മടക്കി വെച്ച് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാം. നേരെ മറിച്ച് 2 ലോസ് ട്രേഡാണ് ആദ്യമേ കിട്ടിയതെങ്കിൽ പിന്നെ ആ ദിവസം ട്രേഡ് ചെയ്യരുത്. റൂൾ നമ്പർ 6, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അറിയാത്ത ഒരു ട്രേഡും എടുക്കരുത്. അങ്ങനെ എടുക്കുന്ന ഒരു ട്രേഡ് ബ്രേക്ക് പോയ കാർ പോലെയാണ്. വണ്ടി എവിടെ നിർത്തണമെന്ന് അറിയാതെ അവസാനം പാനിക്കായി എവിടെയെങ്കിലും പോയി ഇടിക്കും. ഇതുപോലെ തന്നെയാണ് ട്രേഡിന്റെ കാര്യത്തിലും. പലരും ട്രേഡിന് എൻട്രി എടുത്തിട്ടായിരിക്കും ടാർഗറ്റും സ്റ്റോപ്പ് ലോസിനെ കുറിച്ചും ആലോചിക്കുന്നത്. ട്രേഡിങ്ങിൽ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ജേർണലിങ്ങിന് വളരെ വലിയൊരു പങ്കാണ്. അതുകൊണ്ട് ജേർണലിംഗ് ട്രേഡിങ്ങിന്റെ ഭാഗമാക്കുക. അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളും
ഡെയിലി ഫോളോ ചെയ്തിട്ടുണ്ട് എന്നും ജേണൽ ചെയ്തു വെക്കുന്നത് നിങ്ങൾക്ക് പിന്നീടുള്ള ഓഡിറ്റിങ്ങിന് സഹായമാകും. റൂൾ നമ്പർ 7, നമ്മൾ ഇത്രയും നേരം ട്രേഡിംഗ് സൈക്കോളജിയും മൈൻഡ് സെറ്റും സ്ട്രോങ് ആവാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ മെന്റൽ ഹെൽത്തിനോടൊപ്പം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ചെയ്യുക. അത് ചിലപ്പോൾ ജോഗിങ് ആവാം, അല്ലെങ്കിൽ ജിം, സ്വിമ്മിങ്, അല്ലെങ്കിൽ സുംബ പോലുള്ള ഏതെങ്കിലും വർക്കൗട്ട്. എന്ത് തന്നെ ആയാലും ഈ 90 ദിവസം ഒരു മടിയും കൂടാതെ അത് ഫോളോ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ ചാലഞ്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൂള് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ചലഞ്ച് റീസെറ്റ് ചെയ്ത് വീണ്ടും ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് വളരെ സീരിയസ് ആയി എടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 10%-ൽ എത്തുമ്പോൾ ഉള്ളൊരു ഫീൽ നിങ്ങൾ ഓർത്തു നോക്കുക. കാരണം വൺസ് നിങ്ങൾ ഈ 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡിംഗ് നിങ്ങൾക്ക് പഴയതുപോലെ സ്ട്രെങ്ത്തും ആങ്സൈറ്റിയും ആയിരിക്കില്ല തരുന്നത്. അന്ന് നിങ്ങൾ പറയും ഇത്രയും സിമ്പിൾ ആയിരുന്നു ട്രേഡിംഗ് എന്ന്. അപ്പോൾ നിങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്ത് ഈ 90 ദിവസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കമന്റ് എനിക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കാണും. ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്നിട്ട് ഡേറ്റും ഇടണം അതിനകത്ത്.